കർത്താവിൻ്റെ വിശുദ്ധമായ നാം വാഴ്ചപ്പെടുമാറാകട്ടെ. ഏവർക്കും വന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എക്സ്ട്രോസ് മീഡിയ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ബഹുമാന്യ കർത്തദാസൻ ബാബു മാത്യു അവർ അദ്ദേഹത്തോടുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശുവിൻ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. തുടർമാനമായി നാം ചിന്തിച്ചു വരുന്നത് യൂദായുടെ ലേഖനമാണല്ലോ. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാൻ പലരും തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതി നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. വൈദ്യനായ ലൂക്കോസ് അദ്ദേഹത്തിന്റെ സ്നേഹിതനും അടുത്ത ആളുമായിരുന്നു. അപ്പോൾ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ അധികാരിയായിരിക്കുന്ന, എവിടത്തെയാണ് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് വിശദീകരണമില്ല, വേറെ ശാസ്ത്രന്മാർ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വൈദ്യനായ ലൂക്കോസിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും ഭരണാധികാരിയുമായിരിക്കുന്ന തെയോഫിലോസ് എന്ന് പറഞ്ഞ ആൾക്ക് എഴുതുന്ന ഒരു പേഴ്സണൽ ലെറ്ററാണ്, ഒരു കത്താണ് സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം. അവരുടെ അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സല്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് വന്ദനം അറിയിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ശ്രീമാനായ തെയോഫിലോസേ, ശ്രീമാനായ മോസ്റ്റ് റെസ്പെക്റ്റഡ് പേഴ്സൺ. അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യം, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ. യേശു കർത്താവിന്റെ കാര്യത്തെക്കുറിച്ചാണ്, ദൈവിക പദ്ധതിയെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം അന്തവും ഇല്ലാത്തൊരു ഏർപ്പാടല്ല ഇത്. ദൈവത്തിന്റെ തുടക്കവും ഒടുക്കവും ഉണ്ട്. ഇവിടെ കർത്താവ് ഞാൻ തന്നെ ആൽഫയും ഒമേഗയുമാവും, ഞാൻ ആദ്യ അന്തവുമാവും. അവന് മറന്നിരിക്കുന്നൊന്നുമില്ല, എല്ലാം കർത്താവിനറിയും. അങ്ങനെയുള്ള കർത്താവിനെ കുറിച്ചുള്ള അറിവ് തെയോഫിലോസിന് ലഭിച്ചു. അവിടെ അദ്ദേഹത്തോട് പറയുകയാണ്, ആദ്യം മുതൽ കണ്ട സാക്ഷികൾ. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളിലും 1-ാം അധ്യായം നമുക്ക് കാണാൻ സാധിക്കാം. ഒരു വേക്കൻസി വന്നു. ആ വേക്കൻസി മറ്റൊന്നുമല്ല, ഒരു ശിഷ്യനെ കൂടെ വേണം. 12 പേരായിരുന്നു, അതിൽ ഒരുവൻ പോയി 11 പേരായി പോയി. എന്നാൽ ആകട്ടെ, ഈ 12 പേരെ വേണ്ട, 11 പേരെയും കൊണ്ട് തുഴയാം, പോകാം, ശുശ്രൂഷ ചെയ്യാമെന്നൊരു അനുഭവത്തിലേക്കല്ല പോയത്. മറിച്ച് അവർ ഒരുമിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസ് അപ്പോസ്തലന് നൽകിയ ആലോചന അദ്ദേഹം പൊതുവിൽ അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. അതിന് സങ്കീർത്തന 20-ാം വാക്യം. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തം ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ അടുത്ത് പറയാണ് സെക്ലോസ്, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം നമ്മളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ. കർത്താവ് സ്നാനപ്പെട്ട അന്ന് മുതൽ സ്വർഗാരോഹണം ചെയ്യുന്ന നാൾ വരെ നമ്മളോട് ഒരുമിച്ച് നടന്ന ഒരുത്തനെ വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ. അതുതന്നെയാണ് ലൂക്കോസ്, അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസാണ് എഴുതിയത്. അതുകൊണ്ട് ഇവിടെ ഏതാ പറഞ്ഞിരിക്കുന്നത്, ആദ്യം മുതൽ കണ്ട സാക്ഷികളും യോഹന്നാന്റെ സ്നാനം മുതൽ അത് കണ്ട സാക്ഷികളും പിന്നെ വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ, ദൈവവചനം പ്രാപിച്ച് നമുക്ക് നൽകിയിരിക്കുന്നതായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ
നമ്മളിൽ ഓരോന്നും ഫലമേൽപ്പിച്ചിരിക്കുക. കാര്യം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുക. എങ്ങനെ വേണമെന്നുള്ളത്, എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവപ്രവൃത്തി എങ്ങനെയാണെന്നുള്ളത് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുക. എന്നിട്ട് പറയണ ചുമതലപ്പെട്ട് ലഭിച്ചപ്പോൾ അതങ്ങനെ തന്നെ പോയില്ല. നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാൻ പലരും തുനിഞ്ഞു. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും മാത്രമല്ല സുവിശേഷങ്ങൾ എഴുതിയത്, ഒത്തിരി പേര് എഴുതി. ആ എഴുതിയതെല്ലാം അവരവരുടെ മനോധർമ്മത്തിനും ഇഷ്ടത്തിനും ഒക്കെ ഒത്തോണം അങ്ങ് എഴുതി. അത് കർത്താവ് ചെയ്ത പ്രവൃത്തികളുമായിട്ട് പലതും ഒത്തുവരാഞ്ഞത് കൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പുസ്തകങ്ങളോട്, അല്ലെങ്കിൽ വേദപുസ്തകം അത് കൂട്ടിച്ചേർക്കാതെ, ചേർത്ത് വെക്കാതെ. ഇവിടെ തന്നെ പറഞ്ഞു ഒത്തിരി പേരെഴുതി. എന്നാൽ ഞാൻ എന്ത് ചെയ്തു? നീ ഇതിനെ നിശ്ചയം അറിയുവാൻ ഇത് ക്രമമായിട്ടൊന്ന് എഴുതുന്നത്, ബൈ ഓർഡർ, സിസ്റ്റമാറ്റിക് ആയിട്ട്, ഓർഡറിൽ, ക്രമമായിട്ട് എല്ലാം നന്നായിട്ട് എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നി. എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ പറ്റുക. ഓരോരുത്തരും അവരവരുടെ മനോധർമ്മത്തിന് ഒത്തവണ്ണം എഴുതിയിരിക്കുന്നു, അവരുടെ ചിന്തകൾക്കും ചിന്താഗതികൾക്കും ഒത്തവണ്ണം. പലരും പരിശുദ്ധാത്മ പ്രേരിതരായിട്ടല്ല, പരിശുദ്ധാത്മാന്റെ സഹായത്താലുമല്ല എഴുതിയിരിക്കുന്നത്. പലരും പല രീതിയിൽ എഴുതി. അതുകൊണ്ട് എനിക്കത് നീനെ പ്രാപിച്ചിരിക്കുകയാണ്. നിനക്ക് ഉപദേശം ലഭിച്ചു. എന്നാൽ ഈ ഉപദേശം ലഭിച്ചത് എങ്ങനെയെന്നുള്ളത് ക്രമമായിട്ടൊന്ന് എഴുതണം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എഴുതുകയാണ്. എനിക്ക് ബോധ്യപ്പെട്ടത്. പ്രിയമുള്ളവരെ, വേദവസ്തം എഴുതാൻ ഒത്തിരി പേര് നോക്കി. ആയതുപോലെ ഞാൻ പലപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്, നമ്മുടെ ഭാരതത്തിൽ വന്ന ഒരു മിഷണറി ആയിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. സ്വന്തം ദേശം വിട്ട് അദ്ദേഹം തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് ഭാരതത്തിൽ വന്നു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതായ ജനങ്ങൾ, ഭാരതീയരായ കുഷ്ഠരോഗികളായ ആളുകളുടെ ഇടയിൽ താമസിച്ച് അവരുടെ തുണി നനച്ചു കൊടുത്ത്, അവർക്ക് മരുന്ന് വെച്ച്, ശുശ്രൂഷിച്ച്, ആഹാരം കൊടുത്ത്, ഉപജീവനം കൊടുത്ത് നടത്തിയതായ ഒരു മിഷണറി ശ്രേഷ്ഠനായിരുന്നു. നമുക്ക് ശ്രേഷ്ഠനെന്ന് വിളിക്കാമെങ്കിൽ ദൈവം പാകും. ഇതുമാകട്ടെ, മിഷണറി ആയിരുന്നു, ത്യാഗിയായിരുന്നു, ദൈവദാസനായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഭാരതീയരായ അനേക ദൈവമക്കളും ദൈവദാസന്മാരും അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞത്. ഞാനും അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ കേട്ടിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ ചുട്ടുകൊന്നതിന് ശേഷം ആ പ്രവർത്തനം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ചമയ്ക്കുവാൻ ഒത്തിരി പേര് ബന്ധപ്പെട്ടു. ഗ്രഹാം സ്റ്റെയിൻസ് ഒരു അനുഭവം, ഗ്രഹാം സ്റ്റെയിൻസ് ജീവിതം ഇങ്ങനെ ദുഷ്ടന്മാരുടെ ആരുടെയൊക്കെ നടുവിലായ, അധർമ്മികളുടെ ഇടയിലായ ഗ്രഹാം സ്റ്റെയിൻസ് എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ പുസ്തകങ്ങൾ ആ കാലത്ത് മലയാളത്തിൽ വന്നു. ഇംഗ്ലീഷ് അതുപോലെ ഒന്ന് കാണും, ഞാൻ മലയാളത്തിലാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ എന്നാൽ അതിന് ശരിയായ അദ്ദേഹത്തിന്റെ ജീവിതത്തോടൊക്കെ കൂറു പുലർത്തിയ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എഴുതിയതിൽ 1 or 2 പേരേ ഉള്ളൂ. അവർ 1-2 പേര് അവിടെ ചെന്ന് താമസിച്ച് അവരോട് ഇടപെട്ട് ആ ഭാര്യയുടെയും മോളോടും കേട്ട് നാട്ടുകാർ പറഞ്ഞ്, അദ്ദേഹം ശുശ്രൂഷ അനുഭവിച്ചതായ രോഗികൾ പറഞ്ഞത്, അങ്ങനെയൊക്കെയാണ് 1-2 പുസ്തകങ്ങൾ വളരെ പ്രചാരം ലഭിച്ചു. അതിന് കാരണം അവരവിടെ പോയി അതുപോലെ കണ്ടെത്തി കാര്യങ്ങളെ ഗ്രഹിച്ചെഴുതി. ചിലരെല്ലാം ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി. എന്നതുപോലെ ആദിമ നൂറ്റാണ്ടിലും ഇന്നും അത് നടക്കുന്നുണ്ട്. അതുപോലെ യേശു കർത്താവിന്റെ കാലത്ത് ഒത്തിരി വേറെ എഴുത്തുകാർ വന്നു. അവർ എഴുതി കൂട്ടി കുറെ ഒത്തിരിയേറെ. ആ എഴുതി കൂട്ടിയത് വന്നപ്പോൾ ഒന്നിനോട് ബന്ധം ഇല്ലാതായി. അപ്പോഴാണ് വൈദ്യനായ ലൂക്കോസ് തെയോഫിലോസ് പറഞ്ഞു, നിനക്കൊരു ഉപദേശം ലഭിച്ചല്ലോ, ആ ഉപദേശത്തിന്റെ നിശ്ചയം, നിനക്ക് ലഭിച്ച വാർത്തയുടെ നിശ്ചയം അറിയണം. ആദ്യം അത് ക്രമമായി എഴുതുന്നത്. അതാണ് അപ്പോസ്തലൻ കണ്ടത്. യേശു കർത്താവിന്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെ നമ്മളോടുകൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പൊ ക്രമമായിട്ട് എഴുതുകയാണ്. അങ്ങനെ ക്രമമായിട്ട് എഴുതി
വേദപുസ്തകം. പ്രിയമുള്ളവരെ, ഗ്രഹാം സ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ന് ഒത്തിരി പേര് വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വ്യാഖ്യാനം എഴുതുന്നുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്. പലരും തങ്ങളുടെ മനോധർമ്മത്തിനും ചിന്താഗതിക്കും അവർ പഠിച്ചതായ രീതിക്കു പഠിച്ചതും പഠിപ്പിക്കുന്നതും ആയ രീതിയിലാണ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ബ്രദറുകാര്, ബാപ്റ്റിസ്റ്റുകാര്, ഹോമസാക്ഷിക്കാര്, അവർക്ക് വേറെ രീതിയാണ്. ശാബതുകാര് എന്ന് വേണ്ട, ഇവർക്കെല്ലാം ആധാരം ഈ പുസ്തകമാണെങ്കിലും പഠിപ്പിയിലെല്ലാം അവർ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിനൊത്തവണ്ണമാണ്. അതുകൊണ്ട് അതിൻ്റെതായ പലരുടെയും കാര്യത്തിൽ അതിൻ്റെതായ കുഴപ്പങ്ങളുമുണ്ട്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ എനിക്ക് എൻ്റെ കേൾവിക്കാരോട് പറയുവാനുള്ളത്, നാം ഓരോരുത്തരും ബെരോവയക്കാരെ പോലെ ആയിത്തീരണമെന്നാണ്. പൗലോസ്ലീഹ തെസലോനിക്കയിൽ നിന്ന് ബെരോവയിലേക്ക് പോകാനിടയായി. തെസലോനിക്കയിൽ വേണ്ടുന്ന പോലെ ഒരു സ്വീകരണം പൗലോസിന് കിട്ടിയില്ല. അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ വന്നപ്പോൾ പൗലോസ്ലീഹ അവിടുന്ന് ബെരോവയിലെത്തി. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിലാണ്. 17-ന്റെ 1 മുതൽ. സമയം ചുരുക്കത്താൻ എല്ലാം വായിക്കുന്നില്ല. കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകൾ അനേകരും വിശ്വസിച്ച പൗലോസിനോടും ശീലാസിനോടും ചേർന്നു ഒരു വലിയ ദൈവപ്രവൃത്തി തെസലോനിക്കയിൽ നടക്കുക. അപ്പോൾ അവിടെയുള്ള യഹൂദന്മാരോ അസൂയ കൊണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യായോസിന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരെ കാണാതിരുന്നിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെ എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ യേശു എന്ന് മറ്റൊരുത്തൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരുടെ ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. തെസലോനിക്കയിൽ ശക്തമായൊരു ദൈവപ്രവൃത്തി നടന്നു. ഒത്തിരി പേര് വിശ്വസിച്ചു. യഹൂദന്മാര്, മാന്യ സ്ത്രീകള്, യവനന്മാരൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് വന്നപ്പോൾ അവിടെ യഹൂദന്മാർ മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി. യഹൂദന്മാർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് പലരും അന്നത്തെ യഹൂദന്മാർക്ക് തുല്യരായിട്ടാണ് നമ്മുടെ നാട്ടിലെ പല മലയാളികളുമായിരിക്കുന്നത്. അവരെ കുറിച്ച് യഹൂദന്മാരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലാണ്. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. യഹൂദന്റെ വിഷയം അവൻ അടയാളം കാണണം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ നിങ്ങൾക്കൊരു അടയാളം കാണിക്കാവൂ. ആകാശത്തുനിന്നോ താഴെ നിന്നോ മേളിൽ നിന്ന് എവിടെ നിന്ന് ഒരു അടയാളം കാണിക്കുക. യഹൂദന്മാർക്ക് അടയാളമാണ് വേണ്ടത്. അവിടെ വന്ന് കർത്താവ് ഞരങ്ങി. യോനായുടെ അടയാളമല്ല നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല. മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിക്കടി ഇരിക്കേണ്ടതാകുന്നു. ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർക്ക് അടയാളം മതി. ചിലർക്ക് അങ്ങനെ കിഴവിക്കഥകൾ മതി. ചിലർക്ക് അങ്ങനെ സ്ത്രീകളെ കുറ്റം പറയുന്ന പ്രസംഗം കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്.
ചിലർക്ക് ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞ പ്രസംഗം കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. ചിലർക്ക് വിശ്വാസ സമൂഹത്തെ കുറ്റം പറയുന്ന പ്രസംഗം, അങ്ങനെയുള്ള പ്രാസംഗികർക്ക് ഒരു കാലത്തൊക്കെ ഭയങ്കര സ്വീകരണവും കയ്യടിയുമായിരുന്നു, എന്നും ഡേറ്റ് ആയിരുന്നു. എന്നാൽ അവരുടെ എല്ലാം ഒരു ബലൂണിന്റെ ഗ്യാസ് പോയതുപോലെ കാറ്റുകുത്തിക്കളഞ്ഞു, പല കാരണങ്ങളാണ്. ഇന്ന് ചിലരെ അങ്ങനെ മിന്നുന്നുണ്ട്, പക്ഷെ അത് അധികം നാൾ നിൽക്കത്തില്ല. കാരണം മറ്റൊരുത്തിനെ കളിയാക്കിയും കുറ്റം പറഞ്ഞുള്ള പരിപാടിയല്ല. പിന്നെ പറഞ്ഞു വരുമ്പോൾ കുറ്റം ആയേക്കാം, അത് കേട്ടുപോകാനല്ല, മറിച്ച് മൊത്തത്തിൽ കരുതല്ലോ കേൾവിക്കഥകളും ആ തരത്തിലുള്ളത് കേൾക്കുവാൻ ജനം കൂടുമെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞ പോലെ ജനം കൂടി. ഇവിടെ യഹൂദന്മാർ പറഞ്ഞ അവർ അടയാളം ചോദിക്കുക, യവനന്മാർക്കാണെങ്കിൽ ജ്ഞാനം മതി, ബുദ്ധിരാക്ഷസന്മാരാണ് അവർ. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്, യഹൂദന്മാർ ഇവിടെ തെസലോനിക്കയിൽ ചെന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും നടന്നതായിട്ട് കാണുന്നില്ല. നിർമ്മലമായ വചനം സുവിശേഷമാണ് അവിടെ അറിയിച്ചത്. ആ സുവിശേഷം അറിയിച്ചതിൽ ആ സുവിശേഷം കേട്ട ആളുകൾ വളരെയേറെ വിശ്വാസത്തിലേക്ക് വന്നു. എന്നാൽ അതിൽ അമർഷം കൂടിയ യഹൂദന്മാർ, ഈ അടയാളം അന്വേഷിക്കുന്ന യഹൂദന്മാർ അടയാളമൊന്നും കാണാൻ അവർ മെനക്കെട്ട് നടക്കുന്ന ആളുകളെ കൂട്ടി ചില സ്ത്രീകളെ സംഘടിപ്പിച്ച് അപ്പോസ്തലന്മാർക്കെതിരെ, അതായത് പൗലോസിനും സീലാസിനും എതിരെ ആളുകളെ സംഘടിപ്പിച്ച് അവരെ വലിച്ചിഴച്ച് ഒരു പരുവത്തിലാക്കി. അവരെ കൊന്നുപോകും, അവരെ ഇല്ലാതാക്കുമെന്ന് ബോധ്യമായപ്പോൾ അതിന്റെ 10ാമത്തെ വാക്യം, സഹോദരന്മാർ ഉടനെ രാത്രി തന്നെ പൗലോസിനെ സീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയപ്പോ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. പ്രത്യേക ഒരു കാര്യം അവിടെ എഴുതിക്കുന്നത്, അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുഴുത്തുകളെ പരിശോധിച്ചു വന്നു. ഇതാണ് ബെരോവയിലെ ആളുകളുടെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി. തെസലോനിക്കയിൽ അതില്ലായിരുന്നു. അടയാളമോഹികളായ ആളുകൾ അടയാളം കാണാൻ വചനം കേട്ടത് അതങ്ങനെ തന്നെയാണോ എന്ന് തിരുവെഴുത്തുകളെ ഒന്ന് പരിശോധിച്ചില്ല. പ്രിയമുള്ളവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ എക്സ്ട്രോസ് മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ ഇടതടവില്ലാതെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരെ, ശുശ്രൂഷ സഹകരിക്കുന്നവരെ, നിങ്ങൾ കേൾക്കുന്ന പ്രസംഗത്തിൽ കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ അത് അങ്ങനെ തന്നെയോ അങ്ങനെയാണോ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഈ ബെരോവയിലെ ആളുകളെ പോലെ ബെരോവക്കാർ അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു വന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ ജനം ഒന്ന് മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും പ്രചാരം നേടിയ ഒരു വിഷയം, ഒരു സിനിമാ നടൻ, അദ്ദേഹവും ഭാര്യയും മക്കളും എല്ലാവരുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയിൽ അവിടുത്തെ ഒരു വലിയ പള്ളിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയ്ക്ക് ഒരു പൊൻകിരീടം കൊണ്ട് വയ്ക്കുവാൻ ഇടയായിത്തീർന്നു. അതിനെ ആഘോഷമാക്കി മാറ്റി പൗരപ്രമാണികളും വിഗ്രഹാരാധന ആളുകളും അതിന് ചുമതലപ്പെട്ട പുരോഹിതന്മാരും എല്ലാം പല കാര്യങ്ങൾ എഴുതിവിട്ടു. ഫേസ്ബുക്കിന്റെ പേജിലും മിക്കവാറും അത് തന്നെയായിരുന്നു. അന്യമതസ്ഥനാണെങ്കിലും ഞങ്ങളുടെ മാതാവിനെ വണങ്ങിയല്ലോ വന്നിച്ചല്ലോ എന്നല്ലൊക്കെ പറഞ്ഞ് ജനങ്ങൾ അല്ലാത്തൊരു അനുഭവത്തിലായി അവിടുത്തെ ക്രിസ്ത്യാനികളിലാവും പേരുകൊണ്ട്. ആ സമയത്ത് ഞാൻ അതിനിടയിൽ കുറച്ച് വചനങ്ങൾ എഴുതിവിട്ടു. എല്ലാവരുടെയും കമന്റുകൾ കണ്ട്, എന്നാൽ ചിലര് എഴുതി ദാറ്റ്സ് ട്രൂ, ഇതാണ് സത്യം. ഞാൻ 115 സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ് കോപ്പി ചെയ്ത് എടുത്ത് പേസ്റ്റ് ചെയ്ത് ഇട്ടതാ. ചിലരത് ദാറ്റ്സ് ട്രൂ, ദിസ് ഇസ് ട്രൂ, ഇതാണ് സത്യം. വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത, ചെവി ഉണ്ടെങ്കിൽ കേൾക്കാത്ത, കണ്ണുകൊണ്ട് കാണാത്ത, കൈകൊണ്ട് തലോടാത്ത, കാലുകൊണ്ട് നടക്കാത്ത ഈ സാധനത്തിന് തലയിൽ പൊൻകിരീടം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ അവയെ ഉണ്ടാക്കുന്നവനും അവയിൽ ആശ്രയിക്കുന്നവനും അങ്ങനെ തന്നെ
അത് പണിയുന്ന ശില്പിയും അതിന് ഹാരമിടുന്നവനും അതിന് ധൂപക്കുറ്റി വീശുന്നവനും അതിന് കിരീടമലിനി എന്ത് ചെയ്യുന്നവനായാലും എല്ലാം വചനം പറയുന്നു അവയെ പോലെയാ, വിഗ്രഹം പോലെയാണ്. ചുരുക്കം തെസലോനിക്കയിലെ ആളുകൾ പൗലോസും സീലാസും പ്രസംഗിച്ച വചനം ഒന്നുകൂടെ അയവിറക്കിയിരുന്നെങ്കിൽ, തിരുവെഴുത്തുകളുമായി അത് താതാത്മ്യം ചെയ്തിരുന്നുവെങ്കിൽ, ഒന്ന് ശോധന ചെയ്തിരുന്നുവെങ്കിൽ, ഇവരിങ്ങനെ ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ തല്ലി രാമാനം തെസലോനിക്കയെന്ന് ഓടിച്ചു വിടത്തില്ലായിരുന്നു. എന്നാൽ ബെറോവയിലെ ആളുകൾ, സ്തോത്രം, അവർക്ക് അവിടെ പ്രശ്നം ഉണ്ടായില്ല എന്നല്ല, അവിടുന്ന് അവരെ ഓടിച്ചു വിട്ടു. എങ്കിലും അവിടുത്തെ ആളുകൾ സംതിങ് സ്പെഷ്യൽ, വ്യത്യസ്തരായിരുന്നു. അവരെ കുറിച്ച് പറഞ്ഞ വാക്യം ഒന്ന് പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കട്ടെ. അവർ തെസലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു വന്നു. ആയതിനാൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പറയുന്നതെല്ലാം വചനത്തിൽ നിന്നാണോ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടത് ഏവരുടെയും കാര്യമാണ്. ഏതൊരു കാര്യം പറഞ്ഞാലും, ഇന്ന് കേട്ടൊരു പ്രസംഗത്തിലാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ചീഫ് ആർക്കിടെക്ട് ഏതോ ഒരാളാണെന്ന് പറയുവാനിടയായിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഹി ഈസ് ദ ചീഫ് ആർക്കിടെക്ട്. അത് മലയാള ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പി ഈ പറയപ്പെട്ട പേരുകാരനാണെന്ന്. തെറ്റാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവൻ ചെയ്ത ആ വ്യക്തിക്ക് ശകലമെങ്കിലും വചനനിശ്ചയം ഉണ്ടായിരുന്നുവെങ്കിൽ പറയുന്നവൻ എങ്ങനെ എന്തും പറയട്ടെ, വചനത്തിലുള്ളതല്ലാതെ കർത്താവാണ് മുഖ്യശില്പി. ദൈവശില്പിയായിട്ടാണ് പണി. യേശു ക്രിസ്തു ശില്പി, അവനാണ് മുഖ്യ ശില്പി, അവനിട്ടിരിക്കുകയാണ് അടിസ്ഥാനം. ചീഫ് ആർക്കിടെക്ട് യേശുവാണ് ദൈവസഭയുടെ. ഭൂമിയിലെ ഒരു വ്യക്തിയല്ല. അത് അമറാച്ചനും തോമാച്ചനും ഏലിയാസും അല്ല. സ്തോത്രം. ഏതെങ്കിലും സ്ത്രീകളല്ല. അവർക്കാർക്കും കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെങ്ങും മുഖ്യ ശില്പിയായിട്ട് ആലയം ദൈവസഭ പണിയാനായിട്ട് സാധിച്ചിട്ടുമില്ല. ആ പറഞ്ഞ വ്യക്തി, പറഞ്ഞ ആള്, അദ്ദേഹം എന്തോ തന്റെ പിതാവിനെ കുറിച്ചുള്ള വലിയ കാര്യമായിട്ടാണ് പറഞ്ഞു കൂട്ടിയത്. എന്നാൽ അത് കേട്ട അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് എന്ത് ചെയ്യണമായിരുന്നു? വചന നിശ്ചയം ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പി ഈ പറയപ്പെട്ട പേരുകാരനാണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ലായിരുന്നു. ഞാനാണ് ചെയ്യത്തില്ലായിരുന്നു. അവിടെ ഇറക്കി വിട്ടാലും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. അല്ല, പറഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ. പിന്നെ എനിക്ക് സ്റ്റേജ് കിട്ടിയില്ലേലും വേണ്ടിയല്ല, ചെയ്യത്തില്ല. കാരണം ഞാൻ ഈ പുസ്തകത്തോട് കൂറ് പുലർത്തുന്നില്ല. ഞാൻ ഓർക്കുന്നു, ഞാനൊരു സ്ഥലത്ത് വിദേശ രാജ്യം ചെന്നപ്പോൾ എനിക്ക് വളരെ അറിയാവുന്ന, വ്യക്തിപരമായി അറിയാവുന്ന ഒരു മനുഷ്യനോട് വന്നു. ഇംഗ്ലീഷുകാരുടെ ഒരു കൂട്ടായ്മയിലാണ്. ഞാനും മലയാളി, എന്നോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ആളും മലയാളിയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, ഇവിടെ മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഇംഗ്ലീഷിലെ പ്രസംഗിക്കാം, അല്ലെങ്കിൽ ഹിന്ദി പ്രസംഗിക്കാൻ പറ്റും. എനിക്കും എന്നോടൊപ്പം ഉള്ള ആൾക്ക് രണ്ടും അറിയത്തില്ല, അല്ല ഹിന്ദി അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാം, സക്കറിയ ആച്ചാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാൻ അത്രയും ക്യാമറൊന്നുമല്ല, ഞാൻ അതിൽ ഒത്തതുപോലെ പറയാമെന്ന് പറഞ്ഞു. ദൈവകൃപയെ ശരണപ്പെട്ടു. ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. കർത്താവ് നല്ലൊരു ഒഴുക്കൊക്കെ തോന്നും. ഐ എം ക്വാളിഫൈഡ്. ഞാൻ അത്ര വലിയ മിടുക്ക വിദ്യാഭ്യാസം ആ തരത്തിൽ ഈ തരത്തിലുള്ള ഒരാളല്ല. വിദ്യാഭ്യാസം എന്നുള്ളതല്ല, നമ്മളങ്ങനെ സ്ഥിരം ചെയ്യുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നപ്പോൾ പ്രസംഗം ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് പോയി. എന്നാൽ ശകലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ദിശ മാറ്റി പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അവരെല്ലാവരും പാവങ്ങളാണ്. ഞാൻ പറഞ്ഞു, യെസ്, അവർ ദാരിദ്ര്യ, പ്രോവർട്ടി.
ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. ബിക്കോസ് ഞാൻ അവിടെ ചെന്ന പിന്നെ ഞാനൊരു വലിയ തുക കടമായി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞ പറഞ്ഞു 25,000 rupees ഇദ്ദേഹത്തിന് കടമാണ്. അന്നത്തെ ആ മെസ്സേജ് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത എനിക്ക് വലുതായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഇദ്ദേഹത്തിന് എല്ലാവരുടെ ഒക്കെ സഹായിച്ച് ഒരു നല്ല തുക കിട്ടി. അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു. അടുത്ത ദിവസത്തെ മീറ്റിംഗോ അന്നും ഇദ്ദേഹം പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇംഗ്ലീഷ് ഒത്തിരി പ്രാവീണ്യമുള്ള ആളെന്നല്ല, എങ്കിലും ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം അന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നൗ ഐ ആം 50,000 rupees. എനിക്ക് 50,000 രൂപ കടമുണ്ട്. ഞാൻ പറഞ്ഞു ഇവരുടെ ദൈവദാസനെ നിങ്ങൾ ഇന്നലെ 25 ലക്ഷം 25,000 രൂപയെന്നല്ലേ പറഞ്ഞു, ഇന്ന് 50,000 ഇപ്പൊ പറഞ്ഞു, അതെങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞു അതെ ഇന്നലെ പറയാൻ വിട്ടുപോയതാ, എനിക്ക് 50,000 രൂപ കടമുണ്ട്. ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ മണ്ടത്തരത്തിൽ അത് വിശ്വസിച്ചത് പറഞ്ഞു ഇദ്ദേഹം 50,000 രൂപ കടക്കാരനാണ് പറഞ്ഞു. ആ കൂട്ടത്തിലും അന്ന് നടന്ന യോഗത്തിലും നല്ല തുക അദ്ദേഹത്തിന് പിരിഞ്ഞു കിട്ടി. ഇത് ഇദ്ദേഹത്തിൻ്റെതായിപ്പോയി. ഈ പറഞ്ഞ ആദ്യം 25 ഞാൻ മനസ്സിലാക്കുന്നു, ആദ്യം 25 പറഞ്ഞപ്പോൾ 25-നേക്കാട്ട് കൂടുതൽ കിട്ടി. അവിടെ അദ്ദേഹം 50 പിടിച്ചു. അത് കഴിഞ്ഞ് തന്നെ പുള്ളിക്ക് 50-ൽ കൂടുതൽ കിട്ടി. 3-ാം ദിവസവും ഞാനായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് 1,00,000 രൂപ കടമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പണം എണ്ണിയില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എൻ്റെ അകത്ത് എനിക്കും ആത്മാവുണ്ട് എണ്ണി. അപ്പോൾ ഞാൻ ട്രാൻസ്ലേഷൻ നിർത്തി പറഞ്ഞു, സ്നേഹിത, പാസ്റ്റർ എന്ന് വിളിക്കാൻ പോലെ, സ്നേഹിത, ആദ്യ ദിവസം നിങ്ങൾ 25,000 പറഞ്ഞു, ഇന്നലെ നിങ്ങൾ 50,000 പറഞ്ഞു, ഇന്ന് 1,00,000 രൂപ കടക്കാരനാണ് പറഞ്ഞു. ഇതിനകത്ത് എന്താ വാസ്തവമുള്ളത്? കള്ളവല്ലേ പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങളൊന്നും ഓർത്ത് ചിന്തിക്കണ്ട, ഞാൻ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് സൗകര്യം തോന്നുന്നു. ഇദ്ദേഹം പറഞ്ഞത് എല്ലാം ട്രാൻസ്ലേറ്റ് എനിക്ക് സൗകര്യമില്ല, ബിക്കോസ് എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയാം. പിന്നെ എന്നാലും ഈ 25,000 50,000 ഇന്നത് 1,00,000 എന്നുള്ളത് പറയുവാൻ ഐ ആം നോട്ട് വില്ലിങ്, ഞാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ വാദമായി. ഞാൻ പറഞ്ഞു എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഈ ഇരിക്കുന്ന ആളുകൾ സുവിശേഷം കേൾക്കാൻ വന്നവരാണ്, നിന്റെ കള്ളക്കടവും കേൾക്കാൻ വന്നതല്ല നിങ്ങളുടെ. അതുകൊണ്ട് മര്യാദയ്ക്ക് ദൈവവചനം പറയാനാണെങ്കിൽ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ സംസാരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കൂട്ടുപിടിച്ചോളാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഏതാണ്ടൊക്കെ പറഞ്ഞു. എനിക്ക് തന്ന കൃപയ്ക്കൊത്തോളം സംസാരിച്ചെങ്കിലും അന്തരീക്ഷം മാറി. അദ്ദേഹത്തെ അന്നൊന്നും വേണ്ടതുപോലെ കിട്ടിയില്ല. അദ്ദേഹം എന്നെ പൂര ചീത്ത പറഞ്ഞെന്നല്ല, ഒരു ഉപദേശിക്ക് പറയാവുന്ന മുഴുവൻ അദ്ദേഹത്തെ വിളിച്ചു. നിങ്ങളുടെ ഭാവി നശിപ്പിച്ചു, കൂമ്പടച്ചു കളഞ്ഞു, എനിക്ക് 10 രൂപ കാശ് കിട്ടുന്നില്ല, അസൂയാണെന്ന് പറഞ്ഞു. എന്നെ പറയാവുന്ന മുഴുവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും വിരോധമില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, എന്നെ ന്യായീകരിക്കുകയല്ല. ബെരോവക്കാർക്ക് തെസലോനിക്കയിലുള്ള ആളുകൾ ഉറച്ചു നിൽക്കാതെയും തെസലോനിക്കയിലുള്ള ആളുകൾ മറ്റൊരു രീതിയിലേക്ക് പോകാൻ കാരണം അവർ വചനാധിഷ്ഠിതമായി പോയില്ല. എന്നാൽ ബെരോവക്കാർക്ക് ഒരു ഗുണമുണ്ടായി, അവർ വചനം കേട്ടത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു വന്നു. ഓർക്കുക, ഇന്നലെ പ്രസംഗിച്ച പോലല്ല ഇന്ന് വചനം പറയുന്നതെങ്കിൽ വചനം കേട്ട് നിങ്ങൾക്കത് പറയാൻ സാധിക്കും. വചനത്തിൽ ഇതില്ലല്ലോ, ഇങ്ങനെ അല്ലല്ലോ വചനം. നമ്മുടെ എല്ലാവരുടെയും പക്കൽ ഈ വിശുദ്ധ വേദപുസ്തകമുണ്ട്. മലയാളത്തിന്റെ പുതിയ ഈ പുസ്തകത്തിന് 300 രൂപയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 300 രൂപയാണ്. പിന്നെ അത് ഗിൽറ്റൊക്കെ ഇട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ പണം കൊടുക്കേണ്ടി വരും. അതിന്റെ വില അനുസരിച്ച് മാറും. എന്നാൽ സ്തോത്രം, ഇമാതിരി ഒരു സാധാരണ പുസ്തകത്തിന് 300 രൂപ കൊടുത്താൽ മതിയായി. ഇപ്പോഴത്തെ വില ചുമന്നതാണ് ഈ തരത്തിൽ. എന്നാൽ ഗിൽറ്റ് ഇട്ട് വരണമെങ്കിൽ 500 600 വെച്ച് കൊടുക്കും. ഇപ്പം വിലയെല്ലാം കൂടി കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇത് പുതുതായി വിശ്വാസി വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സുവിശേഷം കേൾക്കാത്ത ഒരാൾക്ക് സുവിശേഷ പ്രതി കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. ഗിഡിയൻസിന്റെ പുസ്തകം
അതിലെഴുതിയിരിക്കുന്നത് സുവിശേഷകന്മാർക്ക് കൊടുക്കാൻ അല്ല പാസ്റ്റർമാരല്ല, സുവിശേഷകന്മാരല്ല കൊടുക്കുന്നതൊക്കെ പറഞ്ഞേക്കുന്നത്. എങ്കിലും അതിപ്പം സുവിശേഷന്മാരെ ഏൽപ്പിക്കുന്നുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പലരും ആവശ്യപ്പെടുന്നത് ഇതുപോലുള്ള ഫുൾ ബൈബിളാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്നോട് യോജിക്കുമോ? ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്നതിന് നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയില്ല. വചനത്തിൽ നിന്ന് ഞാൻ വ്യതിചരിച്ചു എന്നല്ല, മറിച്ച് വിശ്വാസത്തിന്റെ മാർഗത്തിന്റെ കാര്യമായതുകൊണ്ട് ഏവരുടെ ശ്രദ്ധയിൽ പകർത്തട്ടെ. ഈ പുസ്തകം 300 രൂപ കൊടുത്ത് വാങ്ങി വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാം എന്ത് വിശ്വാസിയാ? ഒരുപക്ഷേ വല്ല അതുപോലെ BPL വല്ലതും ആവശ്യപ്പെട്ടാൽ ഒരു പുസ്തകം വേണേൽ കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ പുസ്തകത്തിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും BPL ആകുകയില്ലല്ലോ. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് അവർ എത്തും. അപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊടുക്കുവാൻ, കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ്, മറ്റു ചില കാര്യങ്ങൾ, മദ്യപാനത്തിന്, മറ്റെന്തിനും രൂപ കയ്യിലുണ്ട്. ചീട്ടളിക്കാൻ കാശുണ്ട്. ജീവിതത്തിലെ നാനാവിധമായ വിഷയങ്ങൾക്കെല്ലാം ചെലവഴിക്കാൻ കാശുണ്ട്. പക്ഷെ വേദപുസ്തകം മേടിക്കാൻ കാശില്ല. ഞാൻ പലരോടും പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടല്ലോ, പുകവലിക്കുന്നതിൻ്റെയൊക്കെ കണക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മാസം 1200 രൂപയിലധികം പുകവലിക്കുന്ന, ബീഡി വലിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന ഒരാളെ കിട്ടി. അദ്ദേഹവും പറഞ്ഞു എനിക്ക് വേദപുസ്തകം വേണം. ഞാൻ അദ്ദേഹത്തിന്റെ ബീഡിയുടെ സിഗരറ്റിന്റെ കണക്ക് കൂട്ടിയപ്പോഴാണ് ഒരു മാസം 1200 രൂപ വേണം. ഞാൻ സ്നേഹിത, അന്നത്തെ കാര്യം ഇന്നല്ല കേട്ടോ. 200 രൂപയ്ക്ക് ഒരു പുസ്തകം നിങ്ങൾക്ക് മേടിക്കാൻ വയ്യ, ഈ ഒരു മാസം 1200 രൂപയുടെ ബീഡി മേടിക്കാൻ, സിഗരറ്റ് മേടിക്കാൻ പറ്റുമല്ലേ? നിങ്ങൾക്ക് പുസ്തകം തരാൻ എനിക്ക് സന്തോഷമില്ലെന്നു. ആ നിലപാടാണ് ഇന്ന് എനിക്കുള്ളത്. നിങ്ങൾ എന്റെ കാഴ്ചപ്പാട് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്റെ നിലപാട് ഇതാണ്. മറിച്ച് എന്നാൽ അവർക്ക് വചനം അറിയുന്നില്ലാത്തവരാണെങ്കിൽ ഒരു പുതിയ നിയമം, ഗിഡിയൻസിന്റെ ഒരു പുതിയ നിയമം കൊടുത്തു. അവർ വായിച്ച അതിനോട് അനുഗ്രഹിക്കപ്പെട്ടു വരുമ്പോൾ അവർ വേദപുസ്തകം വായിക്കട്ടെ. ഇല്ല എങ്കിൽ എല്ലാം പാസ്റ്റർമാർ കൊടുക്കേണ്ടി വരും, സുവിശേഷകർ കൊടുക്കേണ്ടി വരും. ഞാൻ വിഷയം വിട്ട് പോവുകയല്ല, മറിച്ച് ഇവിടെ വന്നത് വേദപുസ്തകം വാങ്ങി വായിച്ചു വരുന്ന ഏതൊരാളും അനുഗ്രഹിക്കപ്പെടും. അവരുടെ ജീവിതത്തിൽ താഴ്ചയ്ക്ക്, വീഴ്ചയ്ക്ക് സംഗതി ഉണ്ടാകുകയില്ല, ദുഃഖകരമായ അനുഭവത്തിലേക്ക് പോവുകയില്ല. മുൻകാലങ്ങളിൽ നമ്മുടെ പെന്തക്കോസ്ത് അനുഭവത്തിൽ സ്നേഹവിവാഹം, ലവ് മാരേജ് തുലോം കുറവായിരുന്നു. ഇന്നത് മിക്കവാറും സഭകളുടെ ഒരു സ്റ്റാറ്റസ് സിംബലായി മാറുകയാണ്. അതുപോലെ മദ്യപാനികളാണ് വിശ്വാസത്തിൽ വന്നത് ഏറെക്കുറെ. എന്റെ പിതാവ് മദ്യപാനം, അങ്ങനെയാണ് ഞങ്ങളും വിശ്വാസി വരാനിടയായത്. പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ മദ്യപിക്കുന്നത് കേട്ടുകേഴ്വിയില്ലായിരുന്നു, പുകവലിക്കുന്നത് കേട്ടുകേഴ്വിയില്ലായിരുന്നു, മൂക്കുപൊടി ഉപയോഗിക്കുന്നതും കേട്ടുകേഴ്വിയില്ലായിരുന്നു. 10,000-1 ഒക്കെ ആയിരുന്നു മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്നവർ പെന്തക്കോസ്തിലുണ്ടായിരുന്നു. ഇന്നത് മാറി 10,000-കണക്കിന് ആളുകൾ ആണോ എനിക്കറിയില്ല, അനേകർ ഇന്ന് പുകവലിക്കുന്നവരും ഇതൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. ഇതിന് കാര്യപരിപാടിയിൽ ഏർപ്പെടുന്നവരുണ്ട്. മുൻപ് നമ്മുടെ കൂടുതൽ ഭ്രാന്ത് കുറവായിരുന്നു. അങ്ങനെ വന്ന മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ മാറിയിരുന്നു പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നപ്പോൾ. എന്നാൽ ഇന്ന് അറിഞ്ഞോ അറിയാതെയും ചിലരെങ്കിലും മാനസിക രോഗികളാണെന്ന് ഉള്ള കാര്യം വിസ്മരിക്കാൻ കഴിയുന്നില്ല. ഹൃദയവേദനയോടെ പറയട്ടെ, മുൻപ് തൻകൊല അല്ലെങ്കിൽ തന്നെത്താന മരണം സ്വീകരിക്കുന്നത് പെന്തക്കോസ്ത് അനുഭവത്തിൽ ഒട്ടുമേയില്ലായിരുന്നു. മരിക്കാൻ പോയവരാണ് പലരും. പ്രത്യാശ കർത്താവ് നൽകി ജീവങ്കിലേക്ക് അവർ മടങ്ങി വന്നവരാരും ആത്മഹത്യയിലേക്ക് പോയതായിട്ട് മുൻകാലങ്ങളിൽ കേട്ടുകേഴ്വിയില്ലായിരുന്നു, ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വിശ്വാസ ലോകത്തിൽ കേൾക്കുന്നു. അത് ശുശ്രൂഷകന്മാരും വിശ്വാസികളും അവർ മത്സരിച്ച ആ ഭാഗത്തേക്ക് വരുന്നു എന്ന് കേൾക്കുന്നത് വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യൂദ, കർത്താവിനായി വിളിക്കപ്പെട്ട, കർത്താവിനായി തിരഞ്ഞെടുക്കപ്പെട്ട, സ്തോത്രം,
കർത്താവിനായി സൂക്ഷിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഈ ലേഖനം 25 വാക്യം മാത്രമുള്ള ലേഖനം എഴുതുവാൻ തക്കണം ഇടയായിത്തീർന്നു. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്കാണ് ഇത് എഴുതിയത്. ദൈവമക്കളെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, മറ്റൊരു അനുഭവത്തിലേക്ക് ആരും പോകാതിരിക്കുവാൻ ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. വിശ്വാസ പോർക്കളത്തിൽ നമ്മെ നിർത്തുവാൻ തക്കൊണ്ട് ഇടയായിത്തീരട്ടെ. നമ്മളോടൊപ്പമുള്ളവർ വചനം വിട്ടും വചനത്തിന് വിരുദ്ധമായി നിൽക്കുമ്പോൾ അവരോടൊപ്പം ചേരുവാനല്ല, മറിച്ച് വചനപ്രകാരം നിൽക്കുവാനാണ് ദൈവമായ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യൂദ ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യാൽ നിങ്ങൾക്ക് രക്ഷയെക്കുറിച്ചൊരു ദൂത് എഴുതി അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ചെഴുതുവാൻ അതാണ് ആവശ്യമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉത്തേജിപ്പിച്ചു, ഇൻസ്പിറേറ്റ് ചെയ്തു, എന്നെ പ്രചോദിപ്പിച്ചു. അതിന് കാരണം വിശ്വാസത്തിൽ വന്ന ഏതൊരാളും വീണുപോകാൻ, തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. തിരുവചനം പറഞ്ഞു, കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ചു കളയുവാൻ പിശാച് മുഴുബലത്തോടെ നിൽക്കുമെന്ന്. കർത്താവിന് വേണ്ടി ദൈവകൃപയിൽ നിൽക്കുന്ന, മുന്നേറുന്ന ഏതൊരാളെയും തള്ളിയിടുവാൻ, ആ ഭാഗത്ത് ഇല്ലാതാക്കുവാൻ പിശാച് അതിന്റെ മുഴുബലത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് ഇന്ന് മാത്രമല്ല, ആദ്യം മുതൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ 1-ാം നൂറ്റാണ്ടിൽ തന്നെ വേദപുസ്തകത്തിലെ നല്ല ഭാഗം എക്സോട്ടേഷനാണ്, പ്രബോധനമാണ്, വാർണിംഗ്സ് ആണ്, മുന്നറിയിപ്പുകളാണ്. ആ മുന്നറിയിപ്പുകൾ മുഴുവൻ വരുന്നത് വിശ്വാസം നിൽക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസം നിൽക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. പലപ്പോഴും നമ്മിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. വന്നേക്കാം, എന്നാൽ ആ ഭാഗത്ത് വിശ്വാസം നിൽക്കുവാൻ, അഥവാ അവിടെ എന്തെങ്കിലും വിശ്വാസത്യാഗം സംഭവിച്ചുവെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഇത് സംഭവിക്കാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദപീഠത്തിൽ വീഴുവാനാണ് ദൈവമായ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് കർത്താവ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അവൻ രക്ഷിപ്പാൻ ഒരുക്കമുള്ള ദൈവമാണ്. സങ്കീർത്തനങ്ങളിലാണ് അവൻ രക്ഷിക്കുവാൻ തൊക്കെ ഒരുക്കമായിരിക്കും. സ്തോത്രം. ശരിക്കും ആ ഭാഗത്തെക്കുറിച്ച് അതിന്റെ മൂലഭാഷയിൽ he is ready to forgive now. He is ready to forgive. അവൻ ക്ഷമിക്കുവാൻ ഒരുക്കമുള്ളവൻ. നാം ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ കർത്താവ് നമുക്ക്, അവൻ ഏറ്റവും അടുത്തായിരിക്കുന്നു നമ്മെ രക്ഷിക്കുവാൻ. സ്തോത്രം. ഭാഗം നടത്തതല്ല. ദൈവമായ കർത്താവ്, സ്തോത്രം, 86-ാം സങ്കീർത്തനത്തില് 5-ാമത്തെ വാക്യത്തിലാണ്, കർത്താവെ, നീ നല്ലവനും ക്ഷമിക്കുന്നതിനും നിന്നോട് അപേക്ഷിക്കുന്നതിനോടൊക്കെ മഹാദയാലുവെന്നാണ് മലയാളത്തിൽ. എന്നാൽ മുഴുവൻ വിഷയത്ത് ക്ഷമിക്കുന്ന എന്ന വാക്കിനായിട്ട് ഒഴിക്കുന്നത്, ഓ ലോർഡ്, യു ആർ ടു റെഡി ടു ഫോർഗീവ്. നീ ക്ഷമിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും എന്നാണ്, അല്ല, ക്ഷമിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവം. അതാണ് ആ ധൂർത്തപുത്രൻ എന്ന കർത്താവിന്റെ നമ്മെ അറിയിച്ച ആലോചനയിൽ നാം കാണുന്നത്. ആ പിതാവ് തന്റെ മകന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നതായ പിതാവിനെ പോലെ
മാനവജാതിയുടെ മടങ്ങിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു നല്ല കർത്താവ് ഉയരത്തിലുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം തന്നോട് അടുക്കുന്ന ഏവർക്കും സമാധാനവും സ്വസ്ഥതയും കൊടുക്കുവാൻ തന്നെ കർത്താവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരിക്കലായി ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാൻ എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചനയുണ്ട്. അങ്ങനെ വിശ്വാസം വേണ്ടി പോരാടിയ വളരെയേറെ ആളുകളെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ അങ്ങനെ പോരാടിയ ഒരാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. ദാനിയേലിന്റെ പുസ്തകത്തിൽ അവർ നിന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച, അവർ പ്രാപിച്ച വിശ്വാസം വേണ്ടി പോരാടിയ 3 യഹൂദ ബാലന്മാരെ കാണാം. അസരിയാവ്, മീശായേൽ, ഹനന്യാവ്. ആ പേരുകൾ ഒരുപക്ഷെ ക്രൈസ്തവ ലോകത്തിന് അത്ര പരിചിതമല്ല. മറ്റൊരു പേരിലാണ് അറിയുന്നത്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അതല്ലായിരുന്നു അവരുടെ പേര്. അസരിയാവ്, മീശായേൽ, ഹനന്യാവ് എന്നായിരുന്നു അവരുടെ മാതാപിതാക്കൾ അവർക്കിട്ട പേര്. നെബൂഖദ്നേസർ രാജാവും രാജകൊട്ടാരവുമാണ് ഈ പേരുകൾ മാറ്റി ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നൊക്കെ വിളിച്ചത്. അവിടെ ജാതീയ രാജാക്കന്മാർ ഇട്ട പേര് ദൈവമക്കൾ അവരെ വിളിക്കണ്ട. മറിച്ച് നമുക്കവരെ അസരിയാവും, മീശായേൽ, ഹനന്യാവ് തന്നെ വിളിക്കാം. ഈ 3 വിശ്വാസം വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായി. ആ ഭാഗം പറഞ്ഞ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ദൈവം ഒരു വിശരണപ്പെടും. അവരുടെ ജീവിതത്തിൽ അവർ നിർണായകമായ ഒരു സമയത്ത് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതായിരുന്നു: രാജാവേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന ഈ ദൈവത്തെ, വിഗ്രഹ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. കാരണം ശക്തമായ ആലോചന, പ്രമാണം കയ്യിലുള്ളവരായിരുന്നു ഈ 4 ബാല്യക്കാർ, യൗവനക്കാർ. ദാനിയേൽ ആ പരീക്ഷയിൽ അകപ്പെട്ടില്ല. ബിക്കോസ് അദ്ദേഹം ഒരു ഹയർ പോസ്റ്റ് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പിടി വീണില്ല. എന്നാൽ അത്രത്തോളം അല്ലെങ്കിലും പദവി ഉണ്ടായിരുന്നതായിരുന്നു അസരിയാവും, മീശായേലും, ഹനന്യാവും. അപ്പോൾ ദാനിയേൽ ഇല്ലാതിരുന്ന കാരണം ദാനിയേൽ എന്തോ ടൂറിലായിരുന്നു എന്നൊക്കെയാണ് പലരുടെ അഭിപ്രായം. എനിക്കറിയില്ല, പുസ്തകത്തിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. ഏതായാലും ദാനിയേൽ അവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ട് പുസ്തകത്തിൽ വചനത്തിൽ തെളിവില്ല. അത് വിട്ടേക്കാം. ഇവരും 3 താൻ നിർത്തിയിരിക്കുന്ന, ദുരാസമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ, ഈ ബിംബദൈവത്തെ നമസ്കരിക്കുന്നില്ല എന്നുള്ള വിവരം ക്രോധത്തോടു കൂടിയാണ് നെബൂഖദ്നേസർ രാജാവ് കേൾക്കുന്നത്. അതൊക്കെ ക്ഷോഭിച്ച അവശനായി, വല്ലാണ്ടായി. പക്ഷെ അദ്ദേഹം ആത്മസംയമനം പാലിച്ചു. ആ മനുഷ്യൻ, അദ്ദേഹം നമ്മൾ കാണുന്നത്. ഈ രാജാവിന് വേണമെങ്കിൽ അപ്പോഴേ തന്നെ ഇവർ എന്തെങ്കിലും ചെയ്തത്. പക്ഷേ അദ്ദേഹം അവരെ വിളിച്ച് വളരെ ഡിപ്ലോമാറ്റിക്കായി, തന്ത്രപരമായി, നയതന്ത്രമായിട്ട് അദ്ദേഹം അവരോട് സംസാരിക്കുകയാണ്. ആ അദ്ദേഹത്തിൻ്റെ പേര് അവരെ വിളിച്ചത്, ഞാൻ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ നിങ്ങൾ നമസ്കരിച്ചില്ല എന്ന് പറയാൻ പോയില്ല. ഇപ്പോൾ കൊമ്പ്, കുടൽ, തമ്പുരു ഇത്യാദി നാദങ്ങളെല്ലാം മുഴങ്ങാൻ പോവുകയാണ്. ഞാൻ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ നിങ്ങൾ നമസ്കരിച്ചാൽ നന്ന്, ഇല്ല എങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളിലേക്ക് ഇട്ടുകളി. നേരത്തെ നമസ്കരിക്കാൻ എന്തെന്നല്ല അദ്ദേഹം ചോദിക്കുന്നത്, രാജാവ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നമസ്കരിച്ചില്ല എന്നല്ല ചോദിക്കുന്നത്. ഞാൻ കേട്ടത് ശരിയാണോ എന്നല്ല അദ്ദേഹം ചോദിക്കുന്നത്. അതാണ് രാജാവിന്റെ ക്വാളിറ്റി. അദ്ദേഹം മുൻപത്തെ ഒന്നും ചോദിക്കുക, ഇപ്പം പറയാണ്, ഇത് വീണ്ടുമല്ല, ഇപ്പോൾ തമ്പുരു ഇതെല്ലാം മുഴങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ നമസ്കരിച്ചാൽ നന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമസ്കരിച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞു. അത് നിങ്ങളുടെ നേരിട്ട് പറഞ്ഞല്ല, പരോക്ഷമായി പറയുകയാണ്, നന്ന്. ഇല്ല എങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളിലേക്ക് ഇട്ടുകളയും. ആ സമയത്ത് ഈ 3 പറഞ്ഞ ഒരു കാര്യമാണ്, രാജാവേ, ഇതിനകത്ത് ഞങ്ങൾക്ക് പ്രത്യുത്തരം പറയാൻ ഒന്നുമില്ല. ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവമാണ്. അതൊരു പ്രതിമയല്ല, മനുഷ്യ നിർമ്മിതമല്ല, പടുകൂറ്റൻ വിഗ്രഹമല്ല. ഇന്ന് ഇന്ത്യയിൽ മത്സരിച്ചൊന്നുണ്ടാക്കിയില്ലേ, കോടികളുടെ ബിംബങ്ങൾ കടലിന് നടുവിലും കടപ്പുറത്തും എവിടെല്ലാം കൊണ്ടുവെക്കാം. അവിടൊക്കെ 4000-6000 കോടി രൂപയുടെ
പ്രതിമകളാണ് സ്ഥാപിക്കുന്നത്. ആ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും കലാലയങ്ങളോ കൃഷിയിടങ്ങളോ മറ്റെന്തെങ്കിലും ആ തുകയ്ക്ക് വെച്ചെങ്കിൽ ഭാരതം പണ്ടേ പട്ടിണി മാറിയേനെ. മത്സരിച്ച നേതാക്കന്മാർ ഭരണം മാറി മാറി വരുന്നവർ ചെയ്തുകൊണ്ടിരിക്കുക. പോകട്ടെ, ഈ രാജാവ് തന്നെ ചെയ്തു. അവർ രാജാവ് ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. രാജാവ് ഇങ്ങോട്ട് പറഞ്ഞ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഞങ്ങളുടെ ദൈവം വിടുവിക്കും. ഇൻ കേസ് വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രാപിച്ച വിശ്വാസം, then we are proclaim our faith. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ബിക്കോസ് ഞങ്ങൾ നമസ്കരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു ദൈവമുണ്ട്. ഞങ്ങൾ നമസ്കരിക്കുന്ന ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല രാജാവ്. പിന്നെ രാജാവ് ചോദ്യം പറിച്ചില്ല. അടുത്ത് പറഞ്ഞ ചൂട് കൂട്ട്. അദ്ദേഹത്തിന് പിന്നെ ക്രോധം സഹിക്കുക വയ്യാതെ. നേരത്തെ മറ്റുള്ളവരെ പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞുള്ളൂ. ഒരു കൂട്ടിച്ചോദ്യത്തിന് അദ്ദേഹം പോയില്ല. മറിച്ച് അദ്ദേഹം നേരിട്ട് ചോദിച്ചപ്പോൾ മനസ്സിലായി, നേരത്തെ ഇവർ പറഞ്ഞതൊക്കെ ശരിയാണ്, എന്റെ ആളുകൾ പറഞ്ഞ ശരിയാണ്, ഇവരാരും നമസ്കരിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിക്കുന്നില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? ചൂള കൂട്ടി എടുത്തിടാൻ പോവാ. വൈ? എന്തുകൊണ്ടാണ് ഈ ബാലന്മാർ അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചത്? ഉച്ചത്തിൽ പറഞ്ഞ വിശ്വാസം നിൽക്കുവാനുള്ള കാരണം എന്താ? എനിക്ക് എന്റെ അകത്ത് ആത്മാവിൽ ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ എത്ര പേരെ യോജിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ ആം സാറ്റിസ്ഫൈഡ്. ഞാൻ ആ കാര്യത്തിൽ അങ്ങനെയാണ് എന്റെ അകത്ത് എനിക്ക് ബോധ്യപ്പെടും. അവർക്ക് പറയാൻ ഒരു ടെസ്റ്റിമണിയുണ്ട്, ഒരു സാക്ഷ്യമുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് അവർക്കൊരു പരീക്ഷണം ഉണ്ടായിരുന്നു. അവർ ആ സംസ്ഥാനത്ത് വന്നപ്പോൾ, അവരുടെ മാതൃദേശം വിട്ട് പ്രവാസികളായി ബാബേലിൽ വന്നപ്പോൾ അവിടെ സംഭവിച്ചത്, രാജാവ് അവരെ റിക്രൂട്ട് ചെയ്തു. രാജാവിന്റെ ആളുകൾ റിക്രൂട്ട് ചെയ്തു. കുലശ്രേഷ്ഠന്മാർ, രാജകുടുംബത്തിൽപ്പെട്ടവർ, അംഗഭംഗമില്ലാത്തവർ, ഊനമില്ലാത്തവർ, വിദ്യാഭ്യാസമുള്ളവർ, കോമളന്മാർ, സുനേത്രന്മാർ, മറ്റു കുഴപ്പമൊന്നുമില്ലാത്ത ആളുകളെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഈ 4 സംഘത്തെ തെരഞ്ഞെടുത്തു. അവരെ കൊണ്ടുവന്ന് അവരുടെ ക്യാമ്പിൽ, റിക്രൂട്ട്മെന്റ് സെന്ററിൽ വന്ന് അവരുടെ ക്യാമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. എല്ലാവർക്കും ഭക്ഷണം വേണം. ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണ ടേബിളിലേക്ക് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വിശുദ്ധ പുസ്തകത്തിൽ, ലേവ്യ സംഖ്യാ പുസ്തകത്തിൽ, ആവർത്തന ലേവ്യ സംഖ്യ, ഉൽപ്പത്തി മുതൽ അല്ല, പുറപ്പാട് മുതൽ ലേവ്യ സംഖ്യാ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതായ ഭക്ഷണക്രമത്തിന് വിരുദ്ധമായൊരു മെനു ആണ് അവിടെ ഉള്ളത്. അവരുടെ പ്രമാണത്തിന് തക്ക ഒരു ഭക്ഷണ ക്രമീകരണ ക്രമമല്ല അവിടെ കണ്ടത്. പ്രത്യേകിച്ച് അല്ല, വേദപുസ്തകത്തിന് വിപരീതമായ ഒരു മെനു, ഒരു ആഹാര ക്രമീകരണങ്ങൾ കണ്ടുകൊണ്ട് അവര് അവിടെ നിന്ന് പ്രശ്നം പോലൊന്നുണ്ടാക്കി പുലമ്പാനൊന്നും പോയില്ല. അതെടുത്ത് നിലത്തടിക്കാൻ പോയില്ല. ഇവർ 4 പേരും ഈ അവരുടെ പാത്രങ്ങളുമായിട്ട് അവരുടെ സുപ്പീരിയർ ഓഫീസറിനെ പോയി കണ്ടു. അങ്ങോട്ട് മാർച്ച് ചെയ്തു. സെർവ് ചെയ്തവരോടല്ല പറഞ്ഞത്, അവരുടെ സൂപ്പർവൈസറോടല്ല പറഞ്ഞത്, അതിന്റെ സുപ്പീരിയർ അവരുടെ അടുത്തേക്കും അദ്ദേഹത്തോട് പറഞ്ഞു, സർ, ഞങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല. എന്നാ, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. പിന്നെ പ്രമാണം കാത്ത പുള്ളികളാ ഇതേ ഇവിടെ പ്രവാസികളായി വന്നിരിക്കുന്നു. പോയി കഴിക്കണ്ടെന്ന് പറഞ്ഞോണേ. എന്നാൽ അവരുടെ മണ്ട് അവർ വ്യാപരിച്ചൊരു ദൈവകൃപ. അതിനെ വായിക്കുന്ന ഇങ്ങനെ, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നീർത്തോട് പോലിരിക്കുന്നത് എങ്ങോട്ടിരിക്കാൻ കർത്താവിന് സാധിക്കും. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാലേ ഹോമ അവന്റെ ഗമനം സ്ഥിരമാക്കുമെന്ന. അങ്ങനെ ഈ വൈദങ്ങളോട് ദൈവത്തിന് കൃപ ഉണ്ടായിരുന്നുകൊണ്ട് അവിടുത്തെ അന്നത്തെ ഈ ഭക്ഷണ കാര്യങ്ങളുടെ ഇൻചാർജിനും ആ ഷണ്ണനും ഇവരോട് കൃപ തോന്നി. പറഞ്ഞു, പിള്ളാരെ, നിങ്ങൾ പറയുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കിത് മാറ്റിത്തരാൻ വേറെ സംവിധാനമൊന്നുമില്ല. ഇതെല്ലാവരും ഇത് കഴിച്ചേ മതിയാകത്തുള്ളൂ. അന്നേരം പറഞ്ഞു, ഇല്ല, പറ്റത്തില്ല സാറേ. അവർ ചോദിച്ചു, അങ്ങനെ പറയരുത്, നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ അവരുടെ ബാക്കി കാര്യം പറയാം, നിങ്ങളെ ഞാൻ ഈ ഭക്ഷണം തന്ന് നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ക്ഷീണിച്ചു പോകും. ഇത് കഴിക്കുന്നത്, ഞങ്ങൾ ഇവിടെ നൽകുന്ന ഭക്ഷണം
ഫുൾ ന്യൂട്രീഷൻ ഫുഡാണ്, പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഫുഡാണ്, ഫാറ്റും അതും ഇതൊക്കെ കൂടിയതാണ്. നിങ്ങൾ നല്ല ഊർജ്ജസ്വലതരായി 6 പാക്ക് ആക്കിയിട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിച്ചേ മതിയാകത്തുള്ളൂ. അന്നേരം അവർ പറഞ്ഞു, സാറേ ഇത് കഴിക്കാതെ തന്നെ ഞങ്ങളുടെ ശരീരത്തിൽ പുഷ്ടി വരുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ടെന്താ നിങ്ങൾ ഇവിടെ വന്ന് ചോദിക്കരുത്, അത് ഞങ്ങളുടെ മാത്രം കുഴപ്പമില്ല, ഞങ്ങളുടെയും കൂടെ കുറ്റമുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ പുരോഹിതന്മാരും എല്ലാം അടപടലെ പാപം ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ പിടിക്കപ്പെട്ടു, ഇവിടെ വന്നിരിക്കുക. അതുകൊണ്ട് ഇനി ഒരു പരീക്ഷണം ഞങ്ങളെ വിട്ടുകൊടുക്കരുത്, ഒരു ഉപകാരം ചെയ്യാവോ? ഞങ്ങൾ അങ്ങോട്ടൊരു കാര്യം പറയാം, സാറ് ഞങ്ങൾക്കൊരു 10 ദിവസം ഈ ഭക്ഷണമല്ലാതെ മറ്റു ഭക്ഷണം തന്നാട്ട് ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കാം. അങ്ങനെ കഴിച്ചിട്ട് ഫുൾ വെജിറ്റേറിയൻ ഫുഡ്, നോൺ വെജിറ്റേറിയൻ വേണ്ട ഞങ്ങള് വെജിറ്റേറിയൻ ഫുഡ്, സസ്യാഹാരം കഴിച്ചിട്ട് നീ നോക്കൊരു 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ സാറ് പറഞ്ഞ നോൺ വെജ് ഞങ്ങൾ കഴിച്ചോളാം. ഇത്ര കോൺഫിഡന്റ് ആയിട്ട് വളരെ ആവശ്യത്തോടെ താല്പര്യത്തോടെ പറഞ്ഞ ഈ പിള്ളേരുടെ വാക്ക് അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞു, ഓക്കെ ഇവരുടെ മെനു മാറ്റി. അവരുടെ മെനു മാറ്റി വെച്ച് പറഞ്ഞു, ഇവർക്ക് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തേക്കാൻ പറഞ്ഞു. വെജിറ്റബിൾസ് അടങ്ങിയ സസ്യങ്ങൾ, ഇലക്കറികളൊക്കെ അടങ്ങിയതായ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കൊടുത്തേക്കാൻ പറഞ്ഞു. സന്തോഷത്തോടെ അവർ കഴിച്ചു. 10 ദിവസം കഴിഞ്ഞ ഇദ്ദേഹം തൂക്കുന്ന ത്രാസുമൊക്കെ ആയിട്ട് വന്നു, കയറി നിൽക്കാൻ പറഞ്ഞു. ആദ്യമേ ഇവരുടെ തൂക്കമൊക്കെ എടുത്താ വിട്ടത്, വെയിറ്റ് എടുത്താ വിട്ടത്. വന്നു വെയിറ്റ് എടുത്തപ്പോൾ വെയിറ്റ് പഴയതിനെക്കാട്ടി കൂടിയിരിക്കുക. മുഖത്തേക്ക് നോക്കിയപ്പോഴോ മുൻപ് കണ്ടതുപോലെയല്ല, മുഖത്തെല്ലാം ഒരു പ്രത്യേകത, ഒരു പ്രകാശം. ഓക്കെ, അത് എഴുതി. ഇവരുടെ മെനു തുടർന്നു ഇങ്ങനെ തന്നെ പോകട്ടെ. കൽദേ ദേശത്തിന്റെ മെനു വേണ്ടവർക്ക്, ആഹാരക്രമം വേണ്ടവർക്ക്, മറിച്ച് ഇവർ പറയുന്ന മെനു, ഇവരുടെ ആഹാരം, ഇവരുടെ പ്രമാണത്തിന്റെ ഫുഡ്, ഭക്ഷണം കൊടുക്കുവാൻ അവർക്ക് ഓർഡറായി. സ്തോത്രം. ദൈവവേദലെ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടിയാൽ അത് ജനങ്ങളോടല്ല, വചനപ്രകാരം പോരടിച്ചാൽ നിശ്ചയമായിട്ടും ആ പോരാട്ടത്തിൽ ജയിക്കുന്നത് വിശ്വാസം വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ച്, അതായത് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച്, ആഹാരം കഴിച്ച്, അപ്പോഴും മറ്റുള്ളവരെക്കാൾ ബുദ്ധിയും സാമർഥ്യവും മുഖതേജസ്സും സകല നിപുണതയും വർദ്ധിച്ചിരിക്കുന്നതായ ഈ 3 പേർക്ക് പറയാനൊരു കാര്യമുണ്ട്. അവരുടെ അകത്തളങ്ങളിൽ പറയുന്നതാണ്, രാജാവേ, നിങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നിങ്ങളുടെ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച പ്രമാണത്തിന്റെ ന്യായപ്രമാണത്തിലെ ഭക്ഷണ കാര്യങ്ങൾ ഈ രാജ്യത്തും ഭക്ഷിച്ച് അതിന് തക്കവണ്ണം ഞങ്ങളുടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളെ വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവം മതിയായവനാണ്. സ്തോത്രം. ഞങ്ങളുടെ മുഖതേജസ്സും ഓജസ്സും വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് ബുദ്ധി നൽകിയ, ഞങ്ങളെ നടത്തിയ ദൈവം സ്റ്റിൽ ഇപ്പോഴും അവൻ ഞങ്ങളോട് കൂടെ ഉണ്ട്. സ്തോത്രം. വേണേ അവര് ഒന്നെങ്കിൽ തടവി കാണും, കൊണ്ടോ ഞങ്ങളുടെ മുഖത്ത് ദൈവപ്രവൃത്തിയുണ്ട്. ഞങ്ങളോടുകൂടെ, ഹി ഈസ് വിത്ത് us. അവൻ ഞങ്ങളോട് കൂടെയുണ്ട്, അവൻ ഞങ്ങളിലുണ്ട്. സ്തോത്രം. ഞങ്ങളോട് കൂടെയുള്ള ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തെ ചതിച്ചേച്ച ഈ വിഗ്രഹത്തെ, പ്രതിമയെ നമസ്കരിക്കുന്നില്ല രാജാവേ. ദൈവം സകല ചരാചരങ്ങളുടെ സകലത്തിന്റെ ഉടമസ്ഥനായ ദൈവം കൂടെയുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിലെ ഉന്നതനെ അന്ന് അസര്യാവും മീശായിൽ ഹനന്യാവ് ഭയപ്പെടാതെ പോയത്. സ്തോത്രം. ഉന്നതനായവൻ, അത്യുന്നതനായവൻ അവരോട് കൂടെയുള്ളത് കൊണ്ട് അവർ പേടിച്ചില്ല. അവർ പറഞ്ഞു, പിന്നെ ബാക്കി നമ്മൾ അറിയുന്ന പോലെ പിടിച്ച് തീക്കാതെ വിട്ടു. ചൂട് വർദ്ധിപ്പിച്ച ചൂളയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞപ്പോ കൊണ്ടുപോയവർ കത്തിപ്പോയി. അവർക്ക് അതിനടുത്തോളം എത്താനൊക്കാതെ വണ്ണം ജ്വാല അവരെ നക്കിക്കളഞ്ഞു, കത്തിപ്പോയി. എന്നാൽ അവർ കാണുന്നത് 3 പേരെ പിടിച്ചിട്ടപ്പോൾ 4 പേര് തീക്കകത്ത് കെട്ടഴിഞ്ഞവരായി നടക്കുന്നതായിട്ടും, കൈകാലുകൾ കെട്ടപ്പെട്ടവരായി തീയുടെ നടുവിലേക്കിട്ട സ്ഥാനത്ത് തീയുടെ ബലം കെടുത്തുന്നവൻ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നുവെങ്കിൽ, അവരെ വിടുവിച്ചുവെങ്കിൽ, സ്തോത്രം,
ആ അടയാളം, ആ അത്ഭുതം കണ്ടിട്ട് ആ രാജാവ് മാനസാന്തരപ്പെട്ടില്ല. അതാണ് വേറെ വിഷയം. അതിനാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നാം നമ്മുടെ പക്കൽ പ്രാപിച്ച വിശ്വാസത്തിന് ശോധന വരും. നമ്മൾ ഉദ്ദേശിക്കാത്ത ശോധന. സകലവും പ്രതികൂലമാവും, സകലവും പ്രതികൂലമാവും. വിരോധമായി കൈയെഴുത്തെഴുതും, വിരോധമായി പലരും വരും. എന്നാൽ ആ സ്ഥാനത്ത് നമ്മെ സൂക്ഷിക്കുവാൻ സഹായിക്കുവാൻ മതിയായവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. നാം വായിച്ചു കേട്ട ഭാഗം ഇതാണ്. വിളിക്കപ്പെട്ടവർക്ക്, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവർക്ക്, സൂക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതുന്നത് നിങ്ങൾ പ്രാപിച്ച വിശ്വാസത്തിന് വേണ്ടി നാം പോരാടുന്നു. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും വന്ദനം വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായി സ്തുതി. എളിയവനെ എൻ്റെ കേൾവിക്കാരെയും കർത്താവെ നിലനിർത്താമേ. ഞങ്ങളെ വിശ്വാസം അകറ്റുന്നതിന്മേൽ ഞങ്ങൾ വീണു പോകാതെ കർത്താവ് കാക്കണമേ. ഞങ്ങളുടെ വിശ്വാസം പരിശോധിക്കാൻ പിശാച് മുറവുമായി കർത്താവെ പാറ്റുവാൻ പത്രോസിനെ അനുവാദം ചോദിച്ചപ്പോൾ നീ അവന്റെ വിശ്വാസം പോയി പോകാൻ വിട്ടുകൊടുക്കാത്തതുപോലെ അടിയങ്ങളെ വിട്ടുകൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ ഉറപ്പിക്കണമേ, കൃപയിൽ പൊതിയണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. എല്ലാവർക്കും വന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു താമസമെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. കർത്താവ് യുവജനങ്ങളാൽ നമ്മെ ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വന്ദനം.